മിയാമിയിൽ ഞങ്ങൾ താമസിച്ച ഹോട്ടലിൽ നിന്ന് ആ ജനലിലൂടെ നോക്കുമ്പോൾ കാണുന്ന ഒരു അടിപൊളി കാഴ്ചയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇപ്പം നിങ്ങൾ കാണുന്നത് എന്താ? ഇത്തരത്തിൽ അടയ്ക്കാനും തുറയ്ക്കാനും പറ്റുന്ന ബ്രിഡ്ജുകൾ അല്ലെങ്കിൽ പാലങ്ങളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞങ്ങൾ ഡൗൺ ടൗൺ മിയാമിയിൽ ഹയാത്ത് റീജൻസി എന്ന് പറയുന്ന ഹോട്ടലിലാണ് നിന്നത്. നല്ല ഹോട്ടലായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങളുടെ റൂമിലെ ജനലിലൂടെ നോക്കിയപ്പോൾ കണ്ടൊരു കാഴ്ചയാണിത്. ഈ തൊട്ടടുത്തുകൂടെ ഒഴുകുന്നത് മിയാമി നദിയാണ്, മിയാമി റിവറാണ്. മിയാമി ഒരു തുറമുഖ നഗരമായതുകൊണ്ട് തന്നെ ധാരാളം ഇപ്പം നിങ്ങൾ കാണുന്ന യാട്ടുകൾ, ഇപ്പോൾ ടൂറിസ്റ്റുകൾ, ഞങ്ങൾ ക്രൂയിസ് പോയത് കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അങ്ങനെയുള്ള ക്രൂയിസ് നടത്തുന്ന യാട്ടുകൾ ധാരാളമുണ്ട്. ഇനി അതല്ലാതെ ചരക്ക് കപ്പലുകൾ ധാരാളം പോകുന്നുണ്ട്. അതുമല്ലാതെ വീടുകളിലേക്ക് ഇപ്പം നമ്മുടെ കാറുള്ള പോലെ പ്രൈവറ്റ് യാട്ടുകളുള്ള ധാരാളം ശതകോടീശ്വരന്മാരൊക്കെ താമസിക്കുന്ന ഒരു സ്ഥലമാണ് മിയാമി. അപ്പം അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ പോകുന്ന ധാരാളം വെള്ളത്തിലൂടെ പോകുന്ന യാട്ടുകൾ അവിടെ സർവ്വസാധാരണമായിട്ടുള്ള കാഴ്ചയാണ്. അപ്പോൾ അവിടെ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പാലങ്ങൾ ധാരാളമുണ്ട്. ഈ പാലത്തിന്റെ പേരെന്താണെന്നറിയോ? ബാസ്ക്യൂൾ ബ്രിഡ്ജ് എന്നാണ് ഇതിന്റെ പേര്. അതായത് ഇങ്ങനെ ഒരു രണ്ട് പാളികളായിട്ട് രണ്ട് സൈഡിലേക്കും തുറന്നു കൊടുക്കാൻ സാധിക്കുന്ന പാലത്തിനെയാണ് ബാസ്ക്യൂൾ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ചില പാലങ്ങൾ ഈ ജസ്റ്റ് അങ്ങ് പൊന്തുകയാണ് ചെയ്യുക, അതായത് നടുഭാഗം വെർട്ടിക്കൽ ലിഫ്റ്റ് ബ്രിഡ്ജുകൾ പറയും. അപ്പോൾ പലതരത്തിലുള്ള ഓപ്പണിംഗ് ബ്രിഡ്ജുകളുണ്ട്. അപ്പോൾ ഈ ബാസ്ക്യൂൾ ബ്രിഡ്ജ് ശരിക്കും ഇന്ത്യയിൽ വളരെ റെയറായിട്ട് മാത്രമേ, വളരെ അപൂർവമായിട്ട് 1-2 സ്ഥലങ്ങളിൽ മാത്രമാണ് ഇത്തരത്തിലുള്ള ബ്രിഡ്ജുകൾ ഉള്ളത്. അതും നമ്മുടെ രാമേശ്വരത്താണ് പണ്ട് ഒരു ഓൾഡ് ബ്രിഡ്ജ് ഉണ്ടായിരുന്നു. അത് ഇത്തരത്തിലുള്ള ബാസ്ക്യൂൾ ബ്രിഡ്ജ് ആയിരുന്നു. പക്ഷേ ഇപ്പോൾ പുതുതായിട്ട് പുതിയ പാമ്പൻ പാലത്തിൽ രാമേശ്വരത്ത് ഉണ്ടാക്കിയിരിക്കുന്ന ഇത്തരത്തിലുള്ള ബ്രിഡ്ജ് വെർട്ടിക്കൽ ലിഫ്റ്റാണ്. ഇങ്ങനെ തുറക്കുന്നതല്ല, നടുഭാഗം പൊന്തുന്ന ടൈപ്പ് ബ്രിഡ്ജാണ്. ഇപ്പം നിങ്ങൾ കാണുന്നത് കണ്ടോ, വലിയൊരു ചരക്ക് കപ്പലാണ് ഇതിലൂടെ അവർ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ചരക്ക് കപ്പലും യാട്ടുകളും അങ്ങനെ ധാരാളം സംഭവങ്ങൾ പോകുന്നുണ്ട്. ഇപ്പൊ കണ്ടോ, ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു റെയിൽവേ ക്രോസ് പോലെയാണ്. ഇത് ശരിക്കും വണ്ടികൾ പോകുന്ന ഒരു റോഡാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഞാനത് കാണിച്ചു തരാം. അപ്പോൾ ഇങ്ങനെ വലിയ കപ്പലുകൾ പോകുന്ന സമയത്ത് റെയിൽവേ, ഇപ്പൊ നമ്മൾ ട്രെയിൻ പോകുന്ന സമയത്ത് മണി അടിച്ചിട്ട് അവിടെ രണ്ട് സൈഡിലും അടക്കില്ലേ, റെയിൽവേ ക്രോസ് അടക്കില്ലേ, അതേ പറഞ്ഞ പോലെ ഇവിടെയും ഒരു മണിശബ്ദം മുഴങ്ങും. അതിനുശേഷം രണ്ട് സൈഡും അവര് അടയ്ക്കും, റെയിൽവേ ക്രോസ് പോലെ തന്നെ അടയ്ക്കും. പിന്നെ അതിന് അങ്ങോട്ടും ഇങ്ങോട്ടും വാഹനങ്ങൾക്കോ നടക്കാനൊന്നും സാധിക്കില്ല. അതിനുശേഷമാണ് ഈ ബ്രിഡ്ജ് ഇങ്ങനെ ഓപ്പൺ ചെയ്യുകയും അതിനുശേഷം ഈ യാട്ടുകൾ പോയതിനു ശേഷം ഇത്തരത്തിൽ അതേപോലെ തന്നെ ക്ലോസ് ചെയ്യും. ഇപ്പൊ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, ഇത് പൂർണ്ണമായി ക്ലോസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു പാലമാണ് എന്ന് തന്നെ നമുക്ക് മനസ്സിലാവില്ല. ശരിക്കും പറയുകയാണെങ്കിൽ ഒരു നദിക്ക് കുറുകെ പോകുന്ന ഒരു ബ്രിഡ്ജ്, ഒരു സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന പോലെ വാഹനങ്ങൾക്ക് പോകാൻ പറ്റുന്ന ഒരു ബ്രിഡ്ജ്. ഇതിനിങ്ങനെ തുറക്കാൻ സാധിക്കും എന്നുള്ളത് ശരിക്കും നമ്മൾ അത് കൂടെ നടക്കുകയോ വണ്ടിയിൽ പോവുകയോ ചെയ്യുമ്പോൾ നമുക്ക് ഒരിക്കലും തോന്നില്ല. ഇപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് നടന്നു പോകുന്ന ആളുകളെയാണ്. ആ വാക്കിംഗ് വേയിലൂടെ നടന്നു പോകുന്ന ആളുകളെ അവിടെ കണ്ടോ, അവരവിടെ കംപ്ലീറ്റ് ക്ലോസ് ചെയ്തിട്ട് അവിടെ നിർത്തിയിരിക്കുന്നത് കണ്ടില്ലേ? അപ്പോൾ ഒരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പം ഇങ്ങനെ ബ്രിഡ്ജ് പോകുന്ന സമയത്ത് നമുക്ക് നടക്കാൻ പറ്റില്ലല്ലോ. അത് മാത്രമല്ല, ഇപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് അപ്പുറത്ത് വണ്ടികളെ സ്റ്റോപ്പ് ചെയ്തിരിക്കുന്ന, ഞാൻ പറഞ്ഞല്ലോ റെയിൽവേ ക്രോസ് പോലെയുള്ള ആ ഒരു സംവിധാനം കൂടിയാണ്. അപ്പോൾ ഇത് ഒരു മണിക്കൂറിൽ ഒരു തവണ എന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ തുറക്കും. കുഞ്ഞു യാട്ടുകൾ, കുഞ്ഞു ഓടങ്ങളൊക്കെ അതിൻ്റെ താഴത്തു കൂടെ പോട്ടോ. അതായത് കുഞ്ഞിത് നല്ല ഹൈറ്റുള്ള വലിയ യാട്ടുകളും ആഡംബര കപ്പലുകൾക്കും അല്ലെങ്കിൽ ചരക്ക് കപ്പലുകളൊക്കെ വരുമ്പോഴാണ് ഇത്തരത്തിൽ ഇത് തുറന്നു കൊടുക്കുന്ന ഒരു പരിപാടി. ഇത് ഒരു മണിക്കൂറിൽ ഒരു തവണയെങ്കിലും നമുക്ക് ഇതിങ്ങനെ തുറക്കുകയും അടക്കുകയും ചെയ്യുന്നത് കാണാം. എന്തായാലും വളരെ അത്ഭുതകരമായിട്ടുള്ള, എനിക്ക് വളരെ ഒരു കൗതുകം തോന്നിയ കാഴ്ചയെ തോന്നി. കഴിഞ്ഞു, അടച്ചു, കണ്ടില്ലേ? ഇപ്പോൾ ഗേറ്റ് തുറന്നു, റെയിൽവേ ക്രോസ് തുറക്കുന്ന പോലെ തുറന്നു. ഇനി നിങ്ങൾക്ക് വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് കാണാൻ പറ്റും. രണ്ട് സൈഡ് ഇവിടെ നടക്കുന്ന ആളുകൾക്കും അത് തുറന്നു കൊടുത്തു, ആളുകൾ അങ്ങോട്ട് നടക്കുന്നു. ഇവിടെയും തുറന്നു കൊടുത്തു വാഹനങ്ങൾ. ഇപ്പൊ ഈ വാഹനം പോകുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ, ഈ ഒരു ബ്രിഡ്ജാണ് കുറച്ചു മുമ്പേ വായ തുറന്ന പോലെ രണ്ട് സൈഡിലേക്കും തുറന്ന് അതിന്റെ നടുവിലൂടെ കപ്പലുകളെ കടത്തിവിട്ടതെന്ന്. അപ്പൊ ഇത് വളരെ നല്ലൊരു എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യം തന്നെയാണ്. നമ്മുടെ ഇന്ത്യയിൽ കൽക്കത്തയിലുണ്ട്, അതുപോലത്തെ രാമേശ്വരത്തുണ്ട്. വളരെ കുറവാണ് നമ്മുടെ ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള ബ്രിഡ്ജുകൾ. ഞങ്ങളിപ്പോ വേറൊരു ദിവസം ഈ ഭാഗത്തുകൂടെ നടക്കുകയാണ് കേട്ടോ. അപ്പോഴും ഇതുപോലെ പാലം പൊന്തിയതാണിത്. അപ്പൊ ഞാൻ ആ വീഡിയോയിൽ കാണിച്ചെന്ന പോലെ ആളുകളൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നല്ലോ. അപ്പൊ ഞങ്ങൾ ഇനി അവിടെ പോയി നിൽക്കാൻ പോവാണ്. പാലം കംപ്ലീറ്റ് പൊന്തി, ഇനി അതിന്റെ താഴത്തു കൂടെ യാട്ടുകൾ പോവും. അപ്പോൾ ഇത് വേറൊരു വ്യൂ. മറ്റത് ഞങ്ങൾ ഹോട്ടലിന്റെ റൂമിൽ നിന്ന് കണ്ട മുകളിൽ നിന്നുള്ളൊരു വ്യൂ ആണ്. ഇതിപ്പോ നേരെ താഴെ നിന്നുള്ളൊരു വ്യൂ ആണ്. ഇപ്പൊ കംപ്ലീറ്റ് പൊന്തി. ഇത് കണ്ടില്ലേ, നമ്മുടെ റെയിൽവേ ക്രോസ് ഒക്കെ അടച്ച് കണ്ടോ, എല്ലാവരെയും സ്റ്റോപ്പ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്.
ഇത് കണ്ടില്ലേ, ഏറ്റവും അടുത്തുനിന്നുള്ള വ്യൂ ആണ് കേട്ടോ ആ പാലം പൊന്തി നിൽക്കുന്നതിൻ്റെ. ഞാനിപ്പോൾ മുന്നത്തെ വീഡിയോയിൽ കാണിച്ചു തന്ന ആളുകൾ നടന്ന ആ സ്ഥലത്ത് കൂടെയാണ് നടക്കുന്നത്. ഞങ്ങൾ നിന്ന സ്ഥലം ഇപ്പോൾ ഞങ്ങളുടെ അതാ കഴിഞ്ഞു. പാലം ഇതാ താഴോണ്ടിരിക്കുന്നു. ഇന്നെന്താ വേഗം പൊങ്ങലും താഴും വേഗം കഴിഞ്ഞു കേട്ടോ. അത്ര സമയം എടുത്തില്ല അന്നത്തെ അത്ര. ഇതാ ഈ ആട്ടിനൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ പൊന്തിയത്. പക്ഷെ ഇന്ന് വേഗം താഴുന്നുണ്ട്. ഇവിടെ നിന്നുള്ള ഒരു ടോട്ടൽ വ്യൂ ആണിത്. യെസ്, താഴട്ടെ താഴട്ടെ, വേഗം താഴട്ടെ. എന്നിട്ട് വേണം നമുക്ക് നടന്ന് അപ്പുറത്തേക്ക് എത്താൻ. ഞങ്ങളിവിടെ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയതാ. ഇവിടുത്തെ ആളുകൾക്ക് ഇത് വലിയ കാഴ്ചയൊന്നുമല്ല, നമുക്ക് മാത്രമാണ് കാഴ്ച. രണ്ടിലെ ആളുകൾ വെയിറ്റ് ചെയ്യാണ് അത് തുറക്കാൻ വേണ്ടിയിട്ട്. യെസ്, കണ്ട കംപ്ലീറ്റ് ഇപ്പോൾ ഒരു പാലായി. എല്ലായിടത്തും തുറന്നു. വണ്ടികളൊക്കെ പോയി തുടങ്ങി. കേട്ടോ